ഒന്നുകൂടി മന്ത്രവ്യാഖ്യാനം നടത്തിയിട്ട് മുന്നോട്ട് പോകാം. ഈശാ, ഈശ്വരനാൽ, വാസ്യം, വസ ആച്ഛാദനേ, തസ്യ രൂപമിതം വാസ്യം ആച്ഛാദനീയം, കിം ഇതം സർവം, ഇതെല്ലാം തന്നെ. ഏതെല്ലാം തന്നെ? യത് കിഞ്ച, ഏതെന്നായിരിക്കട്ടെ. എവിടെയുള്ള? ജഗത്യാം, ജഗത്തിലുള്ള. എന്ത് ജഗത്? പൃഥ്വിയിലുള്ള എല്ലാം എന്ന് ആദ്യം കാണാം, പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പറയും പൃഥ്വി എന്നൊന്നുമില്ല, സകല വസ്തുക്കളെയും എന്നർത്ഥം. സർവം ഈശാവാസ്യം എന്ന. തത് ത്വമസി, അത് നീയാകുന്നു. അപ്പോൾ തത്തായിരിക്കുന്ന ബ്രഹ്മവുമായിട്ട് ജീവന് ഏകത്വം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഈശാവാസ്യം ഇതം സർവം. ഈ ജഗത്ത് എന്നൊരു വസ്തുവില്ല, മറിച്ച് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇതിന് സമാനമായിരിക്കുന്ന ദൃഷ്ടാന്തം എന്ത് കൊടുക്കാൻ പറ്റും? അതായത് വേറൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. എവിടെയാണ്? സർവം ഖല്ലിതം ബ്രഹ്മ. ഇതിന്റെ അർത്ഥം എന്താ? സർവമിതം, ഖലു എന്നുള്ള വാക്യാലങ്കാരമാണ്. ബ്രഹ്മ, ഇതിന്റെ അർത്ഥം പറയാം. എല്ലാം ബ്രഹ്മത്തിൽ കൽപ്പിതമാണ്. എല്ലാം ഇവിടെ നേരിട്ട് പറഞ്ഞ എന്താ അർത്ഥം? ബ്രഹ്മം സർവം മാത്രമേ ബ്രഹ്മ. നേരിട്ട് അർത്ഥം എടുത്തു കഴിഞ്ഞാല് എല്ലാം ബ്രഹ്മമാണെന്നേ അർത്ഥമുള്ളൂ. ലിറ്ററൽ മീനിങ് എല്ലാം ബ്രഹ്മമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല അതിന്റെ അർത്ഥം ചെയ്യേണ്ടത്, മറിച്ച് ബാധസമാനധികരണത്തിൽ അർത്ഥം എടുക്കണം. ഏതിനെ ബാധിക്കും? ഇതം സർവം. ഇതം സർവം ബാധിച്ചിട്ട് ഏത് മാത്രമായിരിക്കും ഇരിക്കുക? ബ്രഹ്മ മാത്രം ഇരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കയറിൽ സർപ്പം കണ്ട ശേഷം കയറിന്റെ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ സർപ്പം കയറാണ് എന്ന് പറയുന്നത് പോലെ. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇതുവരെ കണ്ട സർപ്പം സർപ്പമായിരുന്നില്ല, കയറിനെ സർപ്പമായിട്ട് കണ്ടതാണ്. അതുകൊണ്ട് അവിടെ സർപ്പമില്ല, കയറ് മാത്രമാകുന്നു. എന്നപ്പോൾ എന്ത് പറ്റി? ഈ ഒരു വചനം വരുമ്പോൾ അവിടെ അതിന്റെ അർത്ഥം കൽപ്പിതമായിരിക്കുന്ന വസ്തു അവിടെ ഇല്ല, ഉള്ളത് അധിഷ്ഠാനം മാത്രമാണെന്ന്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? ഇതെല്ലാം ഈശാവാസ്യം എന്നാ. ഈശ്വരനാൽ ആച്ഛാദനം നടത്തണം. ഏതിനെ? ഈ കാണുന്ന ജഗത്തിനെ മൊത്തം. ഇതിന്റെ അർത്ഥം എന്താണ് പറയുന്നത്? ഈ കാണുന്ന ജഗത്ത് എന്നുള്ളൊരു വസ്തുവില്ല, മറിച്ച് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഈശ്വര ബുദ്ധിയാൽ ഇതിന് ആച്ഛാദനം നടത്തണം. ഏതിനാൽ ആച്ഛാദനം നടത്തുമോ അപ്പോൾ ആച്ഛാദിതമായിരിക്കുന്ന വസ്തു കാണപ്പെടത്തില്ല, ആച്ഛാദന രൂപമേ കാണപ്പെടത്തുള്ളൂ. ഇവിടെയുള്ള ആച്ഛാദന രൂപമാണ് എന്ത്? ഈശ്വരാകാര വൃത്തി. അങ്ങനെ മാറുമ്പോൾ ഈശ്വരനാൽ ആച്ഛാദനം നടത്തണം. അപ്പൊ ഈശ്വര ബുദ്ധിയാൽ ജഗതാകാര വൃത്തിയെ മൂടണം എന്നാ പറഞ്ഞത്. അപ്പം ഇത് ഘടം, പടം, ഞാൻ, ശരീരത്തിലെ ഞാൻ എന്നുള്ള ബുദ്ധി, ഇതിനെല്ലാം ഞാൻ പരമാത്മാവാണ് എന്നുള്ള ബുദ്ധിയാൽ മൂടണം എന്നാ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഏത് ബുദ്ധി അവശേഷിക്കത്തുള്ളൂ? ഞാൻ പരമാത്മാവാണെന്നുള്ള ബുദ്ധി അവശേഷിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈശ എന്നുള്ളതിന് കേവല പരമാത്മാ എന്നാണ് അർത്ഥം, അല്ലാതെ ജഗത്തിന്റെ കർത്താവായിരിക്കുന്ന ഈശ്വരൻ എന്ന അർത്ഥമില്ല. ജഗത്തിന്റെ കർത്താവിലെ ഉപാധിയായിരിക്കുന്ന മായയെ മാറ്റി നിർത്തി കഴിഞ്ഞാല് നിത്യശുദ്ധ ബുദ്ധിമുക്തൻ അവശേഷിക്കും. ആ നിത്യശുദ്ധ ബുദ്ധിമുക്തനില് ഈ വസ്തുക്കളെല്ലാം കൽപ്പിതമായതിനാൽ കൽപ്പിത വസ്തുക്കളെ നിഷേധിക്കാനായിട്ട് എന്ത് പറഞ്ഞത്? അധിഷ്ഠാനത്തെ ബോധിപ്പിച്ചത്. ഇതിനൊന്നുകൂടി ഡീറ്റെയിൽ ചെയ്യാട്ടോ, വേറൊരു തലത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ കയറില് ഒരു സർപ്പജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ആ സർപ്പത്തെ കയറാണെന്ന് തിരിച്ചറിഞ്ഞവൻ തിരിച്ചറിയാത്തവനോട് പറയുകയാണ് അത് കയറല്ല, സർപ്പമാണ്. ഇത് കേട്ടാൽ ചിലർക്ക് ജ്ഞാനം ഉണ്ടാവാം, ചിലർക്ക് ജ്ഞാനം ഉണ്ടാവത്തില്ല. അതെങ്ങനെയാ? ഉദാഹരണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഹൈറ്റിൽ വെച്ചിട്ട് ചാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ നേരിട്ട് കയ്യിലേക്ക് ചാടിയേക്കാം. മിക്കവാറും സ്വന്തം അച്ഛൻ, അമ്മ അത്രയും വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ കുട്ടി അന്നേരം ചാടും. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കുട്ടിക്ക് അത്രയും ഭയം പാടില്ല, ഭയം ഉണ്ടെങ്കിൽ ചാടത്തില്ല. രണ്ടാമത്തത്, പറയുന്ന ആളിൽ വിശ്വാസം വേണം, എങ്കിൽ മാത്രമേ ചാടത്തുള്ളൂ. ഇതിന് സമാനമായിട്ടാണ് കയറില് സർപ്പത്തെ കണ്ട് ഭ്രമിച്ച കുട്ടിയോട് അച്ഛനോ അമ്മയോ പറയാണ് അത് കയറാണ്, സർപ്പമല്ല.
നീ കണ്ടിട്ടില്ലേ നേരത്തെ ഞാൻ കൊണ്ടുവന്ന കയറ്, അത് വീണുപോയതാണ്, അത് സർപ്പമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്ത് സംഭവിക്കാം? കയറാണ് എന്നുള്ള തിരിച്ചറിവ് കുട്ടിക്കുണ്ടാകാം. ठीक है, ഈ പ്രക്രിയ അദ്വൈതസിദ്ധി പ്രക്രിയയാണ്. ഇങ്ങനെയുള്ള തിരിച്ചറിവ് ശബ്ദത്തിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. എവിടെ പോലും? കയറിലെ സർപ്പഭ്രമ സ്ഥലത്ത് പോലും സംഭവിക്കുന്നുണ്ട്. മിക്കവാറും നമ്മൾ ഈ ഉദാഹരണം അന്വയിക്കാറ് ദശമസ്തമസി എന്നുള്ള സ്ഥലത്താണ്. ആ കഥ അറിയാലോ, ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞതാണ്. 10 പേരുണ്ട്. അത് ആ കഥയൊന്ന് ഷോർട്ടായി പറയാണ്. അതിൽ എണ്ണുന്ന സമയത്ത് 9 പേരെ കിട്ടുന്നുള്ളൂ. പക്ഷെ വഴിപോക്കനാണ് പറയുന്നത് 10ാമത്തവൻ നീയാണ് എന്നുള്ളത്. അവിടെ ശബ്ദത്തിൽ നിന്നാണ് ഓ ഞാനായിരുന്നു 10ാമൻ എന്ന് തിരിച്ചറിയുന്നത്. അന്നപ്പോൾ ചില സ്ഥലത്ത് ശബ്ദമല്ലാതെ മറ്റു പ്രമാണങ്ങൾ ഉണ്ടാകത്തില്ല. ചില സ്ഥലത്ത് മറ്റു പ്രമാണം ഉണ്ടെങ്കിൽ പോലും ശബ്ദവും പ്രമാണമായിട്ട് വരാറുണ്ട്. അപ്പം കയറിലെ സർപ്പസ്ഥലത്ത് കയറിനെ കയറായിട്ട് കാണുക എന്നുള്ളത് ചക്ഷു പ്രമാണമായിക്കൊണ്ട് യഥാർത്ഥ ജ്ഞാനം ജനിക്കുന്നുണ്ട്. അവിടെ തന്നെ ശബ്ദം പ്രമാണമായിട്ടും ഭ്രമനാശകനായിരിക്കുന്ന ജ്ഞാനം ഉത്പന്നമാകും. ഇവിടെയും ശബ്ദമാണ് പ്രമാണം. എന്താ പറഞ്ഞതിപ്പോൾ പ്രമാണമായിട്ട്? പറ, ഇവിടുത്തെ പ്രമാണം എന്താ? എന്ത് ശബ്ദപ്രയോഗം നടത്തിയ? ഈശാവാസ്യം. അറിയുള്ളോ? ഈശാവാസ്യം ഇതം സർവം. ठीक है, ഇത്രയും ഉപദേശമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാല് ഇതം സർവം നാസ്തി ഈശ്വരേവ അസ്തി തത്വമസി എന്നും കൂടി ചേർത്തുകൊള്ളുക. കാരണം ഇവിടെയുള്ള ഈശ്വരൻ ആരാ? ഞാൻ തന്നെയാണ്. അപ്പൊ ഞാനായിരിക്കുന്ന കേവല ബ്രഹ്മത്തിൽ ഈ ജഗത് അധ്യസ്ഥമായതുകൊണ്ട്, അധ്യസ്ഥം എന്ന് പറയുന്നത് അർത്ഥം ഇല്ലാത്തൊരു വസ്തു ഉള്ളതായിട്ട് തോന്നുമ്പോൾ ആ വസ്തു അധ്യസ്ഥവും അതിന്റെ ജ്ഞാനം അധ്യാസവുമായി മാറും. അതായത് കയറിൽ സർപ്പമില്ല, പക്ഷെ കയറിൽ സർപ്പത്തെ നമുക്ക് കാണാൻ പറ്റും. അന്നപ്പോൾ ആ സർപ്പവും കയറിൽ അധ്യസ്ഥമാണ്. ഇതേപോലെ വാസ്തവത്തിൽ ഈ ഒരു ജഗത്ത് ഇവിടെ നിലനിൽക്കുന്നില്ല. എന്നിരുന്നാലും നമ്മൾക്ക് ജഗത്തിനെ കാണാനും പറ്റും, ശബ്ദപ്രയോഗം നടത്താൻ പറ്റും, ഉപാദാനാദി വ്യവഹാരം നടത്താൻ പറ്റും. അന്നപ്പോൾ നമ്മൾക്ക് തോന്നും ഈ ജഗത്ത് ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഇത് സ്വാഭാവികമാണ്, അനാദി അവിദ്യ കാര്യമാണ്. ഇവിടെയാണ് ഉപദേശം കൊടുക്കുന്നത് ഈശാവാസ്യം. ഇത്രയും ഉപദേശം കൊണ്ട് അപരോക്ഷജ്ഞാനം എത്തിയോ? എത്തിയില്ല. ഇതിൽ നിന്ന് ഉപദേശം കിട്ടിയില്ലേ? കിട്ടി. ഇനി എന്ത് വേണം? അപരോക്ഷതയിൽ എത്തിക്കണം. ഈ അപരോക്ഷതയിൽ എത്തിക്കാനുള്ള കാരണമാണ് സന്യാസം. ഇതിനെയാണ് പിന്നെ വിധിക്കുന്നത് തേന തെക്തേന ഭുഞ്ചിധാൻ. ത്യാഗം വഴി. തെക്തേന എന്നുള്ളതിനെ നമ്മൾ ത്യാഗേന എന്ന് അർത്ഥപരിവർത്തനം ചെയ്യും. അപ്പോൾ തേന, അതായത് ഈ ഒരു ഈശ്വര ബോധമുള്ളതിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നില്ലെന്നും കേവലനായിരിക്കുന്ന ഞാനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത ബ്രഹ്മസ്വരൂപത്തിൽ ജഗത് അധ്യസ്ഥമായതിനാൽ ഇനി ജഗത്തിനെ കുറിച്ച് ബുദ്ധിയില്ല, മറിച്ച് ഞാനായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അനുസന്ധാനം നടത്തുകയാണ്. ഇവിടെയാണ് ശ്രവണമനന നിധിധ്യാസനം നിരന്തരം ചെയ്യാനായിട്ട് എന്ത് സ്വീകരിക്കുന്നത്? സന്യാസം സ്വീകരിക്കുന്നത്. ठीक है, അതുകൊണ്ട് സന്യാസം കർത്തവ്യമായി മാറുന്നുണ്ട്. സന്യാസം തന്നെ പല വിധത്തിൽ വരുന്നുണ്ട്. അതായത് ജ്ഞാനിയുടെ സന്യാസമാണ് വാസ്തവത്തിൽ സന്യാസം. അപ്പൊ ഭാഷ്യകാരൻ പറയുന്നുണ്ട് അപരോക്ഷ പ്രതിപത്തി കൊണ്ട് തന്നെ പാരിവ്രാജ്യം എന്ന് പറഞ്ഞ സന്യാസം ജ്ഞാനിക്ക് സിദ്ധമാണെന്ന്. അത് ജ്ഞാനത്താൽ സംഭവിക്കുന്ന പാരിവ്രാജ്യമാണ് മുഖ്യ പാരിവ്രാജ്യം. പാരിവ്രാജ്യം എന്ന് പറഞ്ഞ സന്യാസം എന്നാണ് അർത്ഥം. പരിവ്രജന്റെ ഭാവമാണ് പാരിവ്രാജ്യം. പരിവ്രജൻ സന്യാസി, പാരിവ്രാജ്യം സന്യാസിയിലിരിക്കുന്ന സന്യാസം. അപ്പൊ സന്യാസത്തെ സ്വീകരിക്കുക എന്നൊരു വശം നിലനിൽക്കുന്നുണ്ട് സാമ്പ്രദായികമായിട്ട്. അതെന്തിനാ? സന്യസ്യ ശ്രവണം കുര്യാതെന്നാണ് വിധി. പരമ്പരയിലൂടെ നമ്മൾ ഇപ്പോൾ ഗീതയിലൂടെയൊക്കെയാണെങ്കിൽ കുറെ പിറകോട്ട് പോയി കഴിഞ്ഞാൽ അതിന് കൂടുതൽ വ്യാഖ്യാനം കാണാം. അതായത് കർമ്മോപാസന നടത്തി അന്ധകരണം ശുദ്ധമായതിന് ശ്രവണത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രവണജന്യമായിരിക്കുന്ന ഈശാവാസ്യം ഇത്യാദി ജ്ഞാനം ഉത്പന്നമാവും. ഇത് പരോക്ഷജ്ഞാനം മാത്രമാണ്. ഇതിൽ നിന്ന് അപരോക്ഷത്തിൽ എത്താൻ വേണ്ടിയിട്ട് അവന് നിരന്തര ശ്രവണ മനന നിധ്യാസനത്തിന്റെ അനുഷ്ഠാനം ആവശ്യം വരുന്നുണ്ട്. ഈ അനുഷ്ഠാനത്തെയാണ് സന്യാസത്തിലൂടെ വിധിക്കുന്നത്. എന്തുകൊണ്ടാ? സന്യാസ ശ്രവണം കുര്യാതെന്ന നിയമം. ശിഖാസൂത്ര പരിത്യാഗി വേദാന്ത ശ്രവണം വിന വർത്തമാനശ്ചേ സന്യാസി പദത്യേവന സംശയ എന്നൊക്കെ ആചാര്യന്മാർ പറയും. ശിഖയും സൂത്രവും നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ സന്യാസം സ്വീകരിച്ചു, ശിഖാസൂത്ര പരിത്യാഗി. എന്നിട്ടോ
വേദാന്ത ശ്രവണം വിനാ വർത്തമാനശ്ചേത്, വേദാന്ത ശ്രവണം ഇല്ലാതെ ജീവിക്കുന്നുവെങ്കിൽ പതതി ഏവന സംശയ, അവൻ പതിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? സന്യാസിക്ക് മുഖ്യമായിട്ട് വിധിച്ചത് എന്താണ്? ശ്രവണ മരണ നിധിധ്യാസനമാണ്. മനസ്സിലായോ? അപ്പോൾ ശാസ്ത്രാഭ്യാസത്തിലായിരിക്കണം ഒരു സന്യാസി ഇരിക്കേണ്ടത്. എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? അപരോക്ഷ ബ്രഹ്മാകാരതയിൽ എത്താൻ വേറെ വഴിയില്ല. ശിഖാസൂത്ര പരിത്യാഗി വേദാന്ത ശ്രവണം വിന വർത്തമാനശ്ചേത് സന്യാസി പതത്യേവ ന സംശയ, പതതി ഏവ പതത്യേവ, പതത്യേവ ന സംശയ, വർത്തമാനശ്ചേ സന്യാസി പതത്യേവ ന സംശയ. സന്യാസത്തെ ഇപ്രകാരം വിധിച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ എന്താണ്? തേന ത്യക്തേന, ത്യക്തേന ത്യാഗേന ഭുഞ്ചിഥ എന്ന് പറഞ്ഞാല് പാലനം ചെയ്യണം. അതായത് ആത്മരക്ഷ എന്നുള്ളത് ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതില്ലാതെ പോയാൽ, അതായത് ഇഹ ചെയ്ത് അവൈദ്യത് അത് സത്യമസ്തി, നോ ചെയ്ത് അവൈദ്യത് മഹതി വിനഷ്ടി. ഇവിടെ ഇതിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമസ്തി, നേടിക്കഴിഞ്ഞു. ഇല്ല എങ്കിലോ മഹാവിപത്താണ്. എന്ന് പറഞ്ഞാൽ ഇനിയും ജന്മം എടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ ശ്രവണ മരണ നിധിധ്യാസനങ്ങൾ ചെയ്തെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ അവസരം നഷ്ടം. പ്രത്യേകിച്ചും സന്യാസിമാര് സന്യസിക്കുന്നത് പോലും എന്തിനാ? ഗുരുവിന് വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല, പിന്നെ തന്റെ കാര്യം നോക്കാൻ വേണ്ടിയില്ല. അതുകൊണ്ട് തന്നെ ഗുരു ഒരിക്കലും സേവയ്ക്ക് വേണ്ടി പറയൂല. പിന്നെയുള്ള സേവ എന്ന് പറഞ്ഞാൽ ഗുരുവാശ്രമത്തിലെ ജീവിക്കാനുള്ള സേവ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ സേവയ്ക്ക് ശേഷമുള്ള പഠനമേ ഉള്ളൂ. മാ ഗൃഥ കസ്യസിദ്ധനം. ഇനി നിങ്ങൾ ഇതിന്റെ ടീക്ക നോക്കിയോ. വ്യാഖ്യേത്വം മുക്ത അപ്രതിപദം വ്യാജഷ്ട, 7-ാം നമ്പർ പേജിലാണ്, 7-ാമത്തെ പേജില് ടീക്കയില് വ്യാഖ്യേത്വം ഉക്വ, കസ്യ വ്യാഖ്യേത്വം, അസ്യ മന്ത്രസ്യ വ്യാഖ്യേത്വം, ഈ മന്ത്രം വ്യാഖ്യാനം ചെയ്യപ്പെടേണ്ടതാണ്. പൂർവപക്ഷിയാണ് നിരാകരിച്ചത്, ഇതിന്റെ വ്യാഖ്യാനം ആവശ്യമില്ല എന്നുള്ളത്. ഇതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെയല്ല. എന്തുകൊണ്ടാ വ്യാഖ്യേത്വം വന്നത്? ആർക്കും പറയാൻ പറ്റും എന്തുകൊണ്ടാണ് വ്യാഖ്യേത്വം വന്നത്? ഇതിന് അനുബന്ധ ചതുഷ്ടയുള്ളത് കൊണ്ടാണോ സ്വാമിജി? അനുബന്ധ ചതുഷ്ടയുള്ളത് കൊണ്ട്, അതേ ഇന്നലെ പറഞ്ഞതല്ലേ, അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങൾ ഈ ഗ്രന്ഥത്തിനുള്ളത് കൊണ്ട് ഇതിന്റെ വ്യാഖ്യാനം ചെയ്യണം, ഇത് വ്യാഖ്യാനം ചെയ്യപ്പെടണം. വ്യാഖ്യേത്വം മുക്ത പ്രതിപദം, ഓരോരോ പദവ്യാഖ്യാനം നടത്താൻ പോവുകയാണ്. ഇനി ഭാഷ്യം കണ്ടോ. ഇവിടെ 6-ാമത്തെ പേജിലാണ് ഭാഷ്യം തുടങ്ങുന്നത്. ഈശാവാസ്യം ഇത്യാദി, അതായത് ഇതുവരെ നമ്മൾ ഇതിന്റെ സംബന്ധ ഗ്രന്ഥം പറഞ്ഞു പോയതാണ്. ഇനി മന്ത്രവ്യാഖ്യാനം തുടങ്ങുകയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് പറയുന്നത്, മന്ത്രത്തിന്റെ പ്രതീകം എടുത്തു വെച്ചിരിക്കുന്നത്. ഈശാവാസ്യം ഇത്യാദി. ഇനി നിങ്ങൾ മുന്നോട്ട് ഓരോ സ്ഥലത്തും പ്രതീകം കാണാം. പ്രതീകം എടുക്കുന്നത് അവിടെ കഴിഞ്ഞ മന്ത്രം തീർന്നു എന്ന് കാണിക്കാനാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് മന്ത്രസംഖ്യയൊക്കെ എഴുതി പോകും. പക്ഷേ സാമ്പ്രദായിക രീതിയിൽ അങ്ങനെ മന്ത്രസംഖ്യ ഒന്നും എഴുതൂല. മന്ത്രം വേറെ എവിടെ കിടക്കുകയാണ്, ഭാഷ ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പം ഒരു മന്ത്രം കഴിഞ്ഞ് അടുത്ത മന്ത്രത്തിലേക്ക് കയറുന്നതിന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ പ്രതീകം നോക്കി കണ്ടാൽ. അപ്പം ഈശാവാസ്യം ഇത്യാദി, അപ്പൊ മന്ത്രം തുടങ്ങുകയാണെന്ന് അർത്ഥം. ഇനി ഈശാവാസ്യം വ്യാഖ്യാനം പറയാണ്. ഈശാ, ഈഷ്ട ഈട്ട് തേനേശ. അതായത് നമ്മളിപ്പോൾ രൂപങ്ങളെ ധാതുവിൽ നിന്ന് നമ്മൾ ക്രിയാപദം ഉണ്ടാക്കിയെടുക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യുത്പന്നമാക്കിയിട്ട് നാമപദം ഉണ്ടാക്കാം. പ്രാതിപതികം ആക്കിയ ശേഷം സുഖവിധാനം നടത്തിയിട്ട് നാമം ഉണ്ടാക്കും. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഗൗ എന്ന് പറയുന്ന നേരം അവിടെ വ്യുത്പത്തി നടത്തും. ഗച്ഛതീതി ഗൗ, ഗമനം നടത്തുന്നതിന് ഗൗ എന്ന് പറയാം. ഇതേപോലെ തന്നെ നമ്മൾ രാമശബ്ദം ഉത്പന്നമാക്കുന്ന സമയത്ത് ലഘു സിദ്ധാന്ത കൗമുദിയിൽ തന്നെ പറയും, രമന്തെ യോഗിനഃ അസ്മിൻ സ രാമഃ. എവിടെയാണോ യോഗികൾ രമിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? യോഗികൾ എന്ന് പറയാൻ എന്താ അർത്ഥം? ജ്ഞാനികൾ എന്ന അർത്ഥം. അതിന് ജ്ഞാനികൾ എവിടെയാ രമിക്കുന്നേ? ബ്രഹ്മത്തിൽ. ബ്രഹ്മത്തില്. അപ്പൊ രാമശബ്ദത്തിന് എന്തായിരിക്കും അർത്ഥം? ബ്രഹ്മം അർത്ഥമുള്ളൂ. ഈ യോഗികളുടെ രമണ എങ്ങനെയാ ബ്രഹ്മത്തില്? യോഗികളുടെ ബ്രഹ്മത്തിലെ രമണ എങ്ങനെയാ? സ്വരൂപമാണെന്നുള്ള തിരിച്ചറിവ്. തദാകാര വൃത്തി പ്രവാഹം രമണമാണ്. അതായത് എവിടെയാണോ ഇച്ഛ, ഏതിനെയാണോ ഇഷ്ടം, തദാകാര വൃത്തിയാണ് ചിത്തത്തിൽ വരിക, അല്ലേ?
അതുകൊണ്ടാണ് ഈ ധ്യാന സ്ഥലത്ത് പോലും ധ്യാനം ഉറക്കാതിരിക്കാൻ കാരണം അന്യാകാര വൃത്തി ഉള്ളത് കൊണ്ട്. അന്യാകാര വൃത്തി വരാൻ കാരണം എന്താ? വിഷയചിന്തയുള്ളത് കൊണ്ട്. ഏത് വിഷയത്തോടാണോ ഇഷ്ടം ആ വിഷയം പെട്ടെന്ന് കയറി വരും. അതുകൊണ്ട് തന്നെ ധ്യാനാഭ്യാസ സ്ഥലത്ത് ആദ്യം മനസ്സിനെ കുറിച്ച് ചിന്തിച്ചോ എന്ന് പറയാൻ കാരണം മനസ്സ് എന്താണെന്ന് അവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സ് ഓട്ടോടിക്കൊണ്ടിരിക്കുകയാണ്. പല ആകാരത്തിൽ അവൻ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. എന്നിട്ടാണ് മെല്ലെ അവൻ ശാന്തമാവുന്നത്. ശാന്തമായിരിക്കുന്ന മനസ്സിന് നമ്മൾ പ്രാണായാമാദികളിലൂടെ അതായത് ഒന്നുകിൽ വിക്ഷിപ്തമായിരിക്കും ചിത്തത്തെ പ്രാണായാമത്തിലൂടെ ഏകീകരിക്കാം. കാരണം പ്രാണനും മനസ്സും ഒരേപോലെ സംബന്ധിച്ചിരിക്കുകയാണ്. പ്രാണനെ നിയന്ത്രിച്ചാൽ മനസ്സും നിയന്ത്രിക്കപ്പെടും, മനസ്സ് നിയന്ത്രിച്ചാൽ പ്രാണനെ നിയന്ത്രിക്കപ്പെടും. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് ഉപനിഷത്തിലൊക്കെ വരും ഇതിനെക്കുറിച്ച്. അതിനുശേഷം ഏതാകാരത്തിലാണോ വൃത്തി വേണ്ടത് ആ ആകാരത്തിലേക്ക് മനസ്സിനെ ആദ്യകാലം പിടിച്ചിരുത്തുകയല്ലേ ധ്യാനസ്ഥലത്ത്. ആ കഴിവുള്ളവർക്ക് ഇനി ഇങ്ങോട്ടേക്ക് വേദാന്ത വിചാരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വേദാന്തത്തിലൂടെ പറയപ്പെടുന്ന വസ്തുവില് തഥാകാരത്തിലേക്ക് നിൽക്കാൻ ഒന്ന് പങ്ക്തി മനസ്സിലാവണം, എന്താണ് കുറിച്ചാ പറയുന്നത്. പിന്നെ ആ വസ്തുവിനെ കുറിച്ച് പരിചിന്തനം ചെയ്യാൻ പറ്റണം. അവിടെ മനസ്സുറപ്പിക്കുകയാണത്. എന്നപ്പോൾ ഇവിടെ യോഗികൾ രമന്തേ രമിക്കുന്നു അസ്മിൻ ഇതിൽ എവിടെയാണോ അസ്മിൻ ബ്രഹ്മണി, ठीके, ആ ബ്രഹ്മത്തെയാണ് നമ്മൾ രാമ എന്ന് പറയുന്നത്. ഇങ്ങനെ രാമശബ്ദത്തിന്റെ വ്യുത്പത്തി നമ്മൾ ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ രമന്തേ എന്ന് നമ്മൾ ആദ്യം ക്രിയാപദമല്ലേ എടുത്തത്. രമതേ രമേതേ രമന്തേ, രമിക്കുന്നു എന്നുള്ള അർത്ഥം. അത് ഏകവചനം ദ്വിവചനം ബഹുവചനത്തിൽ മാറിയെന്നുള്ളൂ. ഇതിന് സമാനമായിട്ടാണ് ഇവിടെ ഈശ എന്നുള്ള രൂപം ഉണ്ടാക്കുകയാണ്. ഈശ എന്നുള്ളത് തൃതീയ ഏകവചനമാണ്. ठीके, രാമേണ എന്ന് പറഞ്ഞാല് തൃതീയ ഏകവചനമാണ്. ഏകവചനത്തിന് മുന്നേ രാമശബ്ദത്തിന്റെ പ്രഥമ ഏകവചനം വേണ്ടേ, രാമഃ. ഇവിടെ നമുക്ക് ആദ്യം പ്രഥമ ഏകവചനം കാണാം. ഈശ എന്നുള്ള തൃതീയാന്തമാണ്. ഇതിന്റെ പ്രഥമ ഏകവചനമാണ് എന്ത്? ഈട്ട്. ठीके, പ്രഥമ വിഭക്തി ഏകവചനമാണ്. ആ ഈട്ട് എന്നുള്ള രൂപം എങ്ങനെ ഉണ്ടായതാ? ഈഷ്ടേ ഇത് ഈട്ട്. ഈഷ്ടേ ഈശാദേ ഈശതേ എന്നാണ് ക്രിയാപദം പോവുക. എന്ന് പറഞ്ഞാല് ഈശാനം ചെയ്യുന്നു, ഈഷ്ടേ ഈശാദേ ഈശതേ. ആരാണോ ഈശാനം എന്ന് പറഞ്ഞ നിയന്ത്രണം ചെയ്യുന്നത് അവനാണ് ഈട്ട്. ठीके, ഈഷ്ടേ ഇത് ഈഷ്ട്. ഈട്ട് ആരാണോ, ഈശ ഐശ്വര്യ ധാതുവാണ്. അതിൽ നിന്ന് ഈട്ട് എന്നുള്ള സുബന്ധ രൂപം ഉണ്ടാക്കുകയാണ്. ആ രൂപം ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥവിത്പത്തി നടത്തിയതാണ് ഈഷ്ടേ ഇത് ഈട്ട്. ഇഷ്ടേ രമതേ, രമതേ യോഗിനഃ അസ്മിൻ ഇത് രാമഃ എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല ഉത്പത്തി, കുറച്ച് വ്യത്യാസമുണ്ട്. ആരാണോ ഈശാനം നടത്തുന്നത്, നിയന്ത്രണം നടത്തുന്നത് അവനാണ് ഈട്ട്. യോഗികൾ ആരിലാണോ രമണം നടത്തുന്നത് അവൻ രാമഃ. ठीके, ഉത്പന്നമായിരിക്കുന്ന അർത്ഥം ഭിന്ന ഭിന്നമായി മാറുകയാണ്. ഇവിടെ ആരാണോ ജഗത്തിനെ നിയന്ത്രിക്കുന്നത്, ഈശ ഐശ്വര്യം എന്ന് പറഞ്ഞാല് സകല വസ്തു നിയന്ത്രണമാണ് എന്ന് പറഞ്ഞാല് പ്രതിബിംബമായിരിക്കുന്ന ജീവന് ബിംബരൂപത്തിൽ ഇരുന്നിട്ട് അവന്റെ പ്രാരബ്ധാനുസാരം സുഖദുഃഖം ജനിപ്പിക്കാനുള്ള വസ്തുവിനെ എല്ലാറ്റിനെയും അന്തര്യാമി രൂപത്തിൽ ഇരുന്നു കൊണ്ട് നിയമനം ചെയ്യുന്നുണ്ടാര്? ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനാണ് ആര്? ഈട്ട്. എങ്ങനെ വിത്പത്തി നടത്തി? ഈഷ്ഠേ ഇത് ഈട്ട്. ആരാണോ ഈശാനം ചെയ്യുന്നത് അവനാണ് ഈട്ട്. ഈട്ട് ഇട്ട് ഈശൗ ഈശഹ, അതായത് ഈശ ഈശൗ ഈശാഹ എന്നൊക്കെ രൂപം ഉണ്ടാക്കാം. ഇത് ഈട്ട് എന്നുള്ള പ്രാതിപതികത്തിന് കിപ്പ് വിധിച്ചിട്ട് ഈട്ട് ഈശൗ ഈശഹ എന്ന് രൂപം ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ രൂപം ഉണ്ടാക്കാം. സംസ്കൃതത്തിൽ അങ്ങനെ പല വിധത്തിൽ നമുക്ക് രൂപം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഈട്ട് എന്നുള്ളതിന്റെ തൃതീയ ഏകവചനമാണ് ഈശ. ഈട്ട് ഈശോ ഈശഹ, ഈശം ഈശോ ഈശഹ, ഈശ തൃതീയ ഏകവചനം. ठीके, ഈശ ഈട്ഭ്യാം എന്ന് മാറി. അപ്പം ഇഷ്ട ഇത് ഈട്ട് കഴിഞ്ഞു. തേന, അപ്പം തൃതീയ ഏകവചനം എന്ന് കാണിക്കാനാണ് തേന എന്ന് പറഞ്ഞത്. തേന കേന ആണത് ഈശേന. ഈശ. ഈട്ട് ശബ്ദത്തിൽ നിന്ന് വന്നതാണത്, ഈശ ശബ്ദത്തിൽ നല്ലത് വന്നത്. ठीके, അതുകൊണ്ടാണ് ഈശ എന്ന് കിട്ടിയത്. അല്ലെങ്കിൽ ഈശ്വരേണ ഈശേന എന്നൊക്കെയായി മാറി. ഈശ്വര എന്ന് പറയുന്നത് ഈശ്വരനാകും. ഈശ ഈശോ ഈശാഹ എന്ന് പറഞ്ഞാൽ അവിടെ ഈശേന എന്നായി മാറി. അതല്ല വന്നത്, ഈശ എന്നാ വന്നത്. ठीके, ഇനി ടീക്ക നോക്ക് നിന്നും കൂടി. 7ാമത്തെ പേജില് ഈശ ഐശ്വര്യേ
ഇത് ധാതു എടുത്ത് കാണിക്കുകയാണ്. അതായത് നമ്മുടെ ഭൂസത്തായാം, ഭൂ എന്നുള്ള ധാതു വരികയാണ് ഏതർത്ഥത്തില്? സത്താർത്ഥത്തില്. അപ്പൊ അതിന്റെ ക്രിയാപദം എങ്ങനെ വരും? ഭവതി, ഭവതഃ, ഭവന്തി. ഭവതിക്ക് എന്തർത്ഥം പറയാം? ഭൂസത്തായാം എന്നർത്ഥമായതുകൊണ്ട് അസ്ഥി എന്നർത്ഥം കിട്ടും. ഘടോ അസ്ഥി, ഘടോ ഭവതി എന്നൊക്കെ പ്രയോഗിക്കുക, ഒരേ അർത്ഥമാണ്. ഏത് വൃദ്ധോ, ഏത് ധാതു ഏതർത്ഥത്തിലാ? വൃദ്ധി അർത്ഥത്തില്. ഇതേപോലെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. ഈശ ഐശ്വര്യേ, ഐശ്വര്യാർത്ഥത്തിലുള്ള ഈശ എന്നുള്ള ധാതുവിൽ നിന്ന് അസ്യ ധാതോഹോ, ഈ ഒരു അർത്ഥത്തിലുള്ള ഐശ്വര്യാർത്ഥത്തിലുള്ള ഈശ ധാതുവിന് കിപി, കിപ് ച എന്നൊരു സൂത്രമുണ്ട്. ഇത് കൃതന്ത രൂപം വിധിക്കുകയാണത്. അതായത് കൃതന്തം വന്നത് കർത്തരി അർത്ഥത്തിലായതുകൊണ്ട് കിപ്പ് വിധാനം നടത്തി കഴിഞ്ഞാല് കിപ്പ് സർവലോപിയാണ്. കകാരവും വകാരവും പകാരവും ഒക്കെ ലോപിച്ചു പോകും. എന്നിരുന്നാലും പ്രത്യലോപി പ്രത്യലക്ഷണം എന്നുള്ളത് കൊണ്ട് അവിടെ മുന്നോട്ടേക്കുള്ള സുപാധി വിധാനം നടന്നോളൂ. അപ്പൊ കിബിലുപ്തേ ലശക്കതീ സൂത്രം കൊണ്ട് കകാരം പോവും, വേരവൃത്തസ്യ വകാരം പോയി, പിന്നെ എന്താ ഹലന്ത്യം കൊണ്ട് പകാര ഇത്തായി, ഇത്തിന് തസ്യലോപവതി വഴി ലോപം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവശേഷിക്കത്തില്ല. എന്നിട്ടോ കിപി, കിപ്പ് വിധാനം നടത്തി കിപ്പില് മൊത്തം രൂപം, അതായത് കിപ്പ് മൊത്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും കൃതന്ത രൂപം ഈട് തസ്യ തൃതീയ ഏകവചനം ഈ ശരി, അതായത് ക്യുപ് എന്നുള്ള പ്രത്യയം വരുന്നത് പോലും കൃതന്ത പ്രത്യയമാണത്. അത് നിങ്ങളുടെ വ്യാകരണം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. തദ്ധിത പ്രത്യയം ഏതാണ്, കൃതന്ത പ്രത്യയം ഏതാണ് എന്നൊക്കെ വിഭാഗം ചെയ്യും. അപ്പം കൃത്ത്, കർത്തരി കൃത് എന്നാണ്. അപ്പം കർത്തരി അർത്ഥത്തിലുള്ള കൃതന്തമാണ് ഇപ്പോൾ ഏത് രൂപം? ഈട്ട് എന്നുള്ള രൂപം. കാരണം കിപ്പ് വിധാനം നടത്തിയത് തന്നെ കൃതന്തത്തിലെ കിപ്പാണിത്. കർത്തരി അർത്ഥത്തിലാണ് കൃത്ത് വിധാനം നടത്തുന്നത്. അവിടെയുള്ള കൃത്തായിരിക്കുന്ന കിപ്പ് കർത്താവിനെ കാണിക്കാനാണ്. അപ്പോൾ ഈട്ട് എന്നുള്ളത് ഈശാന കർത്ത എന്നർത്ഥം ചെയ്യുക. ഏത് അർത്ഥത്തിലാണ് രൂപം വന്നത് എന്നുള്ളത്, കർത്തന്റെ അർത്ഥത്തിലാണോ കർമ്മണ്യ അർത്ഥത്തിലാണോ ഭാവാർത്ഥത്തിലാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് രൂപം കണ്ട് മനസ്സിലാക്കണമെങ്കിൽ അത് അവിടെ രൂപം ഏത് അർത്ഥത്തിലാണ് അതിന് പ്രത്യേകം വിധാനം നടത്തിയതെന്ന് കണ്ടേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് വിശദീകരിച്ചത്. ഇത് കൃതന്ത രൂപമാണ്. കർത്തന്റെ അർത്ഥത്തിലാണ് കൃതന്തം എന്ന് കൃതത്തെ വിധിക്കുന്നത് കൊണ്ട് ഇവിടെ ഈ ഈട്ട് എന്നുള്ളതിന് ഈശാന കർത്ത എന്ന അർത്ഥം കിട്ടുക, എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ നിയന്താവ് എന്നർത്ഥം കിട്ടും. തസ്യ ഈട്ട് ഇത്യസ്യ രൂപസ്യ തൃതീയ ഏകവചനം ഈശേതി. ഈട്ട് എന്നുള്ള പ്രാതിപതിക ഈട്ടാണ്. അവിടെ സുപ്പ് വിധിച്ചു കഴിഞ്ഞാലും സൂപ്പ് ലോപിച്ചിട്ട് ഈട്ട് തന്നെ കാണത്തുള്ളൂ. ഈട്ട് ഈശോ ഈശഹ. അതിന്റെ തൃതീയാന്തമാണെന്ത്? ഈശാ. ഈശാവാസ്യം എന്നുള്ള സ്ഥലത്ത് ഈശ എന്നുള്ളത് ഈട്ട് എന്നുള്ള രൂപത്തിന്റെ തൃതീയ ഏകവചനമാണ്. ഇനി ഒരു ചോദ്യം വരികയാണ്. നനു കർത്തരി കിപ് വിധാനാത്. കിപ്പ് കർത്തരി അർത്ഥത്തിലാണ് വിധാനം നടത്തിയത്. അവിടെ ഒരു 3-ാം നമ്പർ ടിപ്പണി കണ്ടോ? കർത്തരി എന്നുള്ളതിന്റെ പൊക്കത്ത്. ഇപ്പൊ ടിപ്പണി നിങ്ങൾ നോക്കിയ താഴെ 3 എഴുതിയെടുത്തില് നിങ്ങളെ ബുക്ക് വെച്ചിട്ടേ പഠിക്കാവൂ. ബുക്ക് വെക്കാതെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും. വെറുതെ കേൾക്കാനായിട്ട് വരാതെ സമയം കളയണ്ട. അതിൽ നല്ല നിങ്ങൾ ഉറങ്ങിക്കോ. പഠിക്കാൻ വരികയാണെങ്കിൽ ബുക്ക് സെറ്റ് ചെയ്യാം. കർത്തരി കിപ്പിതി, ഇതിന്റെ അർത്ഥം എന്താ? കർത്തരി കൃതിത്യനുശാസനാതിഥി ഭാവ. കർത്തരി കൃത്ത് എന്നാണ് സൂത്രം. കർത്തരി അർത്ഥത്തിലാണ് കൃതന്ത രൂപം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കിപ് എന്നുള്ള കൃതന്തം ഏതർത്ഥത്തിലായിരിക്കും വന്നത്? കർത്തരി അർത്ഥത്തിലായിരിക്കും വന്നത്. എന്ന് പറയാൻ കർത്താവിനെ പറയാനായിട്ടാണ് കിപ്പ് വിധാനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഏത് ധാതുവിനോട് കിപ്പ് വിധാനം നടത്തിയോ ആ ധാതുവിൽ നിന്ന് വ്യുത്പന്നമാവുന്ന രൂപവും കർത്ത എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർക്കുക ഏതിന്റെ കർത്ത എന്നുള്ളത്. അപ്പം ഈശ ഐശ്വര്യ ധാതുവിൽ നിന്ന് വന്നതുകൊണ്ട് ഈശാന കർത്ത എന്ന അർത്ഥം കിട്ടുക. അതാരായിരിക്കും? ജഗത്തിനെ മൊത്തം നിയന്ത്രിക്കുന്ന കർത്താവാണത്. നനു കർത്തരി കിപ് വിധാനാത്. കർത്തരി അർത്ഥത്തിലാണ് കിപ് പ്രത്യയം വിധാനം നടത്തിയത് എന്നുള്ളത് കൊണ്ട് ഇനി അടുത്ത ആവർത്തി പറയാണ്. പരമാത്മനശ്ച അവിക്രിയത്വാർ. പരമാത്മാ അവിക്രിയനാണ്. ഇതിന്റെ അർത്ഥം എന്താ? വിക്രിയ ഇല്ലെങ്കിൽ കർത്താവാൻ പറ്റത്തില്ല. ഘടത്തിന്റെ കർത്തൃത്വം കിം? കർത്തൃത്വത്തിന് അർത്ഥം പറഞ്ഞേ. കർത്ത എന്ന് പറഞ്ഞാൽ സ്വ ഉപാദാന ഗോചര അപരോക്ഷ ജ്ഞാന ചികീർഷ കൃതിമത്വം കർത്തൃത്വം. എഴുതിയെടുക്കുക. സ്വോപാദാന ഗോചര
സ്വ ഉപാദാന ഗോചര സോപാദാന ഗോചര അപരോക്ഷജ്ഞാന അപരോക്ഷജ്ഞാന ചികീർഷ ചികീർഷ കൃതിമത്വം കൃതിമത്വം കർത്തൃത്വം കൃതിമത്വം കർത്തൃത്വം. കർഷണം നടത്തിക്കുക. സോപാദാന ഗോചര അപരോക്ഷജ്ഞാന ചികീർഷ കൃതിമത്വം കർത്തൃത്വം. ഇനി അത് ഈ പങ്ക്തിയുടെ അന്വയം കണ്ടോ? സ്വ എന്ന് പറഞ്ഞ കാര്യത്തെ എടുക്കുക. ഇപ്പൊ ഒരു ഘടത്തെ കുലാലൻ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ സ്വപദം കൊണ്ട് ഘടത്തെ എടുത്തോ. ഘടത്തിന്റെ ഉപാദാനം എന്താ? മൃത്ത് മൃത്ത് മൃത്ത്. ശരിയേ? ഘടത്തിന്റെ ഉപാദാനമാണ് എന്താണ്? സ്വപദം കൊണ്ട് ഘടത്തെ എടുത്തോ, ഏതും കാര്യത്തെ എടുത്തോ, അതിന്റെ ഉപാദാനത്തെ മനസ്സിലാക്കുക. സ്വോപാദാനം. ഘടത്തെ എടുത്താൽ സ്വോപാദാനമായി മൃത്ത്. സ്വോപാദാന ഗോചരം. ഗോചരം എന്ന് പറഞ്ഞാൽ വിഷയീകരിക്കുന്നത്. സ്വോപാദാന ഗോചര ചികീർഷ. അതായത് ഒരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ ചികീർഷ ഉണ്ടായിരിക്കണം. ചികീർഷ എന്ന് പറഞ്ഞാൽ കർത്തും ഇച്ഛയാണ് ചികീർഷ, ചെയ്യാനുള്ള ഇച്ഛ. കുലാലിന് അവിടെ ഉണ്ട്, പക്ഷെ കുലാലിന് ഘടം നിർമ്മിക്കാൻ ഇച്ഛയില്ല. പിന്നെ ഇവിടുന്നാണ് ഘടത്തിന്റെ കർത്താവുന്നത് കുലാലൻ. അതുകൊണ്ട് കുലാലിന് എന്ത് വേണം? ചികീർഷ വേണം. ചികീർഷ എവിടുന്നേ ഉണ്ടാകത്തുള്ളൂ? ജ്ഞാനുണ്ടെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. ठीक है എന്ന് പറഞ്ഞാൽ ആ സ്വ ഉപാദാനം, മൃത്തായിരിക്കുന്ന ഉപാദാനത്തെ അറിയത്തില്ലെങ്കിൽ മൃത്തിൽ നിന്ന് ഘടം ഉണ്ടാക്കാനുള്ള ഇച്ഛ ഉണ്ടാകത്തില്ല. അപ്പോൾ സ്വോപാദാന ഗോചര ചികിത്സ, ഘടം ഉണ്ടാക്കണം ചികിത്സ കേട്ടോ. സ്വോപാദാന ഗോചര ചികിത്സ അപരോക്ഷ ജ്ഞാനം ആദ്യം വേണം. അപരോക്ഷ ജ്ഞാനം, സ്വോപാദാന ഗോചര അപരോക്ഷ ജ്ഞാനം. സ്വ ഘടം, സ്വോപാദാനം മൃത്ത്, മൃത്തിന് വിഷയീകരിക്കുന്ന അപരോക്ഷ ജ്ഞാനം. അതായത് മൃത്തും ഘടവും തമ്മിലെ കാര്യകാരണ ഭാവം തിരിച്ചറിയുന്ന കുലാലനെ ഈ മൃത്തിൽ നിന്ന് ഘടം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അറിവുണ്ട്. അപ്പോൾ സ്വോപാദാനമായിരിക്കുന്ന മൃത്തിന് വിഷയീകരിക്കുന്ന അപരോക്ഷജ്ഞാനം, ജ്ഞാനത്തിന് ശേഷം എന്തുണ്ടായി? ചികിത്സ, ചികിത്സയ്ക്ക് ശേഷം കൃതി. കൃതി എന്ന് പറഞ്ഞാലേ ആത്മാവിനുള്ള ഗുണമാണ് ഈ കൃതി. കൃതിക്ക് ശേഷമാണ് ശരീരത്തിൽ ചേഷ്ട ഉത്പന്നമാവുന്നത്. ശരീര ചേഷ്ടയ്ക്ക് കാരണമാണ് കൃതി. കൃതിക്ക് കാരണമാണ് ഇച്ഛ. ഇച്ഛയ്ക്ക് കാരണമാണ് അപരോക്ഷജ്ഞാനം. ഇത് മൂന്നും ആർക്കാണുള്ളത്? അവനാണ് ആ കാര്യത്തിന്റെ കർത്ത. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാ കയറി വരിക. ഇപ്പൊ ജഗത്തിന്റെ കർത്താവായിരിക്കുന്ന ഈശ്വരിൽ എന്തിരിക്കും? കർത്തൃത്വം ഇരിക്കും. ആ കർത്തൃത്വം എന്താണെന്നാ ചോദിച്ചത്? ഉപാദാന ഗോചര അപരോക്ഷ ജ്ഞാന ചികിത്സക. ചികിത്സ കൃതിമത്വം ഇരിക്കും. ചെറിയുള്ള സാധനം എന്ന് പറയാൻ ജഗത്തിന്റെ കാരണം, ജഗത്താണ് കാര്യം. അതിന്റെ കാരണം ഏതാണോ, ജഗത്തിന്റെ കാരണം ഏതാ? ജീവന്റെ പുണ്യപാപങ്ങളാണ് ജഗത്തിന് കാരണം. ബാക്കി ഉപാദാനം എന്താ? ഉപാദാനമൊന്നുമില്ല. പിന്നെ ആ ഉപാദാനം ഈശ്വരന്റെ സ്വരൂപമാണ്. എന്താണത്? മായ. അപ്പൊ ജഗത്ത് എന്താ? മായികം. ഓക്കെ. അപ്പോൾ സ്വന്തം മായയിൽ നിന്ന്, തന്റെ ഉപാധിയായിരിക്കുന്ന മായയിൽ നിന്ന് മൊത്തം ജഗത്ത് എടുത്ത് കാണിച്ചു തരും. ഇത് പുതിയ ജഗത്താണോ പഴയ ജഗത്താണോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? പഴയത്. പഴയത്. ഇങ്ങനെ അടുത്ത് പുതിയൊന്നുമില്ല, എല്ലാം പഴയത് വെച്ച് കളിക്കുകയാണ്. നമ്മളെ പറ്റിക്കുന്ന പരിപാടിയാണത്. ठीक है. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? പഴയതാണതൊക്കെ. ഏത് വാദാടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പഴയതാന്ന് പറയുന്നത്? ഇതിന് സത്കാര്യവാദം എന്ന് പറയും. വേദാന്തി സത്കാര്യവാദത്തെ മാനിക്കുന്നുണ്ടോ? ചിലപ്പോ അവസരത്തിനനുസരിച്ച് മാനിക്കുന്നതാണ്. അതെന്താ അതിന്റെ വ്യത്യാസം എന്താ? സാങ്ക്യൻ സത്കാര്യം പറയുന്ന നേരം വേദാന്തിയും മാനിക്കും. സാങ്ക്യ യോഗ സിദ്ധാന്തത്തിനനുസരിച്ച് വേദാന്തിക്കും സത്കാര്യവാദമുണ്ട്, പക്ഷെ അപ്പോഴും വ്യത്യാസമുണ്ട്. സാങ്ക്യന്റെയും യോഗന്റെയും സത്ത് വാസ്തവ സത്താണ്. വേദാന്തിയുടെ സത്ത് അനിർവചനീയ സത്താണ്. പിന്നെ ഇതിനെ സത്തെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കിത് അറിയാലോ അനിർവചനീയമാണെന്നുള്ളത്. പിന്നെ സത്തെന്ന് പറയാൻ കാരണം അനിർവചനീയ സത്താണോ? ജഗത്ത് അനിർവചനീയമാണ്, ഇതെങ്ങനെ സത്താവുന്നത്? ഇതൊക്കെ മുഖ്യ സിദ്ധാന്തമാണ് കുട്ടികളെ. ലൈറ്റായിട്ട് എടുക്കണ്ട. ഇതൊക്കെ എപ്പോഴേ പിടിച്ചു പോയാൽ നല്ല കാര്യം. അനിർവചനീയ സത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അസത്തല്ല എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ. ഇതൊക്കെ ക്ലിയർ കട്ട് ഐഡിയ വേണമെങ്കിൽ സംക്ഷേപ ശാരീരം വരെയുള്ള ശ്ലോകത്തിലേക്ക് ഉള്ളു സാധനം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ആദ്യമേ പഠിപ്പിച്ചു തുടങ്ങുന്നതാണിത്. ഇവിടെ നിങ്ങൾക്ക് പങ്ക്തിയായിട്ട് കിട്ടാൻ വലിയ പാടാം. അസത്കാര്യവാദത്തെ കണ്ടനം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് സത്കാര്യവാദം. വാസ്തവത്തിൽ ഞങ്ങൾക്ക് സത്കാര്യവാദവും അല്ല, ഞങ്ങൾ അനിർവചനീയവാദികളാണ്. അനിർവചനീയമായിരിക്കുന്ന സത്താണിത് എന്ന് പറഞ്ഞാൽ
അസത് ഭിന്നമായിരിക്കുന്ന അനിർവചനീയ വസ്തു ആയതുകൊണ്ട് ഞങ്ങൾ സത്ത് എന്ന് പറയുന്നതേ ഉള്ളൂ. ഒന്നും പുതിയതായിട്ട് ഉത്പന്നമാകത്തില്ല. സത്തിന് നാശമില്ല, അസത്തിന് ഉത്പത്തിയുമില്ല. പിന്നെ ഉത്പന്നമായത് എന്തായിരിക്കും? സാധസത് വിലക്ഷണമായിരിക്കും. അതുകൊണ്ട് ഇത് സത്തല്ല. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പിന്നെ എന്താ അത്? അനിർവചനീയമാണ്. അനിർവചനീയ സത്തല്ലേ? ബ്രഹ്മം പോലെ സത്തല്ല. എന്നാ അസത്താണോ? ശശവിഷാണം പോലെ അസത്വമല്ല. പിന്നെ ഇതിന് രണ്ടിനിടയിൽ ഞങ്ങൾക്കൊരു സിദ്ധാന്തം വേറെയുണ്ട്, അനിർവചനീയം. സത്വമല്ല, അസത്വമല്ല, ഉഭയവുമല്ല. ഇങ്ങനെ ഇരിക്കുന്ന വസ്തുവാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ജഗത്തിനെ കുറിച്ചുള്ള അപരോക്ഷജ്ഞാന ചികിത്സ കൃതി ആരിലിരിക്കും? ഈശ്വരിലിരിക്കും. പക്ഷെ പ്രശ്നവും പരിവട്ടം അവിടെ തുടങ്ങും. അതാണ് അവതരിപ്പിക്കുന്നത്. കർത്തരിക്ക് വിധാനാത്, കർത്തർത്ഥത്തിലാണ് കിപ് വിധാനം നടത്തിയത്. കിപ്പ് എന്നുള്ള കിപ്പിച്ച സൂത്രത്തിലൂടെ കിപ്പ് എന്നുള്ള പ്രത്യയം വിധാനം നടത്തിയത് കർത്തരി അർത്ഥത്തിൽ രൂപം ഉണ്ടാക്കാനാണ്. അങ്ങനെ ഇരിക്കെ എന്താ പ്രശ്നം? അല്ല, കർത്തരി അർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിയ ഉള്ളവനെ കർത്താവത്തുള്ളൂ, അല്ലേ? ക്രിയാരഹിതൻ കർത്താവുമോ? അപരോക്ഷ ജ്ഞാന ചികീർഷ, കർത്തുമിച്ച ചികീർഷ, അതിനുശേഷം എന്തുണ്ടാവും? അവൻ അതിനെ ചെയ്യും. അപ്പൊ കർത്താവ് അവന് ക്രിയ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ക്രിയ, നിത്യമായിരിക്കുന്ന ക്രിയ സമ്പന്നല്ല. ക്രിയകളെല്ലാം അനിത്യമാണ്. ഇനി അത് മാത്രല്ല, ക്രിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം നഷ്ടപ്പെട്ടു പോകും. ഇത് രണ്ടും വെച്ചിട്ടാണ് ഇനി ആപത്തി പറയാൻ പോകുന്നത്. കർത്തവ്യ അർത്ഥത്തിലാണ് ക്വിപ് വിധാനം നടത്തിയത്. അതുകൊണ്ട് എന്താ പ്രശ്നം? പരമാത്മനശ്ച അവിക്രിയത്വാത്, നിങ്ങളുടെ പരമാത്മ അവിക്രിയനായിരിക്കുന്ന വിഭു വസ്തുവാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം? ഇത് തന്നെയാണ് പ്രശ്നം. അവിക്രിയയിൽ എങ്ങനെ നിങ്ങൾ കർത്തരി അർത്ഥത്തിലുള്ള ഈട്ട് ശബ്ദപ്രയോഗം നടത്തും? കഥം കിബന്ധ ശബ്ദവാച്യത, കുത്ര കിബന്ധ ശബ്ദവാച്യത? പരമേശ്വരി നിത്യശുദ്ധ ബുദ്ധമുക്ത ചൈതന്യത്തിൽ എങ്ങനെയാണ് കിബന്ധ ശബ്ദം? കിബന്ധ ശബ്ദം ഏതാ അവിടെ ഇപ്പോൾ? ഈശാ, ഈശ്വരനാൽ എന്ന് പറയുമ്പോൾ ആ ഈട്ട് ശബ്ദത്തിന്റെ തൃതീയാന്തമായിരിക്കുന്ന ഈശ എന്നുള്ള പദത്താൽ ആരാ പറയപ്പെടുന്നത്? പരമാത്മാവ്. അതെങ്ങനെ സംഭവിക്കും? കാരണം കർത്തരി അർത്ഥത്തിലുള്ള പദത്തിൽ നിന്ന് ഒരർത്ഥബോധം ഉണ്ടാകുമ്പോൾ ആ അർത്ഥവും ഏതായിരിക്കും? ക്രിയയുള്ള കർത്താവായിരിക്കും. പക്ഷേ ഇവിടെ പരമാത്മാവ് നിഷ്ക്രിയനാണ്, അവന് ക്രിയയില്ല. പിന്നെ എങ്ങനെയാണ് കർത്താവാകുന്നത്? കർത്തൃത്വം പറയാൻ പറ്റത്തില്ല, കാരണം ക്രിയാഭാവാത്. കർത്തൃത്വം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ല, കർത്താവിനെ പറയുന്ന ഈശ ശബ്ദം എങ്ങനെ പ്രയോഗം നടത്തി? നിത്യശുദ്ധനിൽ നിന്നാണ്. കാരണം ഈശ എന്നുള്ളത് ഈട്ട് ശബ്ദത്തിന്റെ തൃതീയ ഏകവചനമാണ്. ഈട്ട് എന്നുള്ള സ്ഥലത്ത് കിബന്ധ ശബ്ദമാണത്. കിപ് വിധാനം നടത്തിയത് കർത്തർത്ഥത്തിലാണ്, കർത്തരി അർത്ഥത്തിലാണ്. എന്നപ്പോൾ ഈട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഈശാന കർത്താന്ന് അർത്ഥം കിട്ടുക. പക്ഷെ നിത്യശുദ്ധൻ ഒരിക്കലും ഈശാന കർത്താവ് ആവത്തില്ല, കാരണം ക്രിയയില്ലാത്തത് കൊണ്ട്. ഇതാണ് ചോദ്യം. ശബ്ദവാച്യത, ശബ്ദത്തിന്റെ വാച്യത എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എങ്ങനെയാണ് നിത്യശുദ്ധനാവുന്നത്? തത്രാഹ, അതിന് ഉത്തരം പറയാണ്. ഭാഷ്യം കണ്ടോ? 6-ാം പേജില്. ഈശിത, ഈശാനം ചെയ്യുന്നവൻ എന്ത് പറയും? ഈശിത എന്ന് പറയും. പരമേശ്വര, ഈശിതാവ് ആരാണ് ശരിക്ക്? പരമേശ്വരനാണ്. അതെങ്ങനെയാ പരമേശ്വരൻ ഈശിതാവുക? ഇത് രണ്ടിന്റെ ഇടയിലാണ് നിങ്ങളുടെ മൊത്തം ശാസ്ത്രം പോകട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ പറയും അങ്ങേരാണ് കർത്താവുക. കർത്താവല്ലേ എന്ന് വെച്ചാൽ പറയും അവൻ കർത്താവല്ല, ഒരു ക്രിയയും ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകളെ. അതെന്തുകൊണ്ടാ? അത് ആദ്യത്തെ സ്റ്റെപ്പിൽ ജഗത്തിനെ കാണിച്ചിട്ട്, അതായത് നിത്യശുദ്ധ ബുദ്ധമുക്തനെ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ കാണുന്ന ജഗത്തിനെ കാണിച്ചും കൊണ്ട് ഇതിന്റെ കർത്താവിനെ കാണിക്കുകയാണ്. അല്ലാതെ ജഗത്തിന് പറയുന്ന കാര്യത്തിൽ വേദാന്തത്തിന് ഒരു താല്പര്യമില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രക്രിയ എടുത്തതേ ഉള്ളൂ, ജഗത്തിനെ കാണിച്ചിട്ട്. ഈ പ്രക്രിയയാണ് നമ്മൾ പല സ്ഥലത്തും കൊണ്ടുപോകുന്നത്. ടീക്കെ. അപ്പോൾ ഈ ജഗത്തിന്റെ കർത്താവായിരിക്കുന്ന പരമാത്മാവിനെ കാണിച്ചിട്ട് പറയും അവനിൽ നിന്നാണ് ഈ ജഗത്ത് ഉത്പന്നമായത്. ഇതിനാണ് എന്ത് പറയാ? അധ്യാരോപം എന്ന് പറയാ. ടീക്കെ. ബ്രഹ്മത്തിൽ ജഗത്തിന്റെ അധ്യാരോപം നടത്തിയിരിക്കുകയാണ്. അവനാണ് കർത്താ, അവനാണ് ഉപാദാനവും. ഘടത്തിന്റെ കർത്താവ് ആരാ? കുലാലൻ. അവൻ ഘടത്തിന്റെ ഉപാദാനമാണോ? അല്ല. ഘടത്തിന്റെ ഉപാദാനം ആരാ? മൃത്താണ്. അത് ഘടത്തിന്റെ കർത്താവും അല്ല. പക്ഷേ
എട്ടുകാലി നൂൽ നൂക്കുന്ന സമയത്ത് എട്ടുകാലിയുടെ എന്താണ് വല കെട്ടുമല്ലോ. അവിടെ ആ വലയെ സംബന്ധിച്ച് എട്ടുകാലി കർത്താവാണ്, അതേപോലെ ഉപാദാനമാണ്, തന്നിൽ നിന്നാണ് മൊത്തം ഉണ്ടാക്കുന്നത്. അതേപോലെ ഈ ജഗത്തിന്റെ നിമിത്ത അഭിന്ന ഉപാദാനമാണ് പരമാത്മ എന്നും പറയും. ഇനി അവിടെയും രണ്ട് ഘട്ടാക്കും. ഒരു ഈശ്വരനിൽ നിന്നുള്ള കാര്യത്തെയും പറയും, ഒരു നിത്യശുദ്ധ ബുദ്ധമുക്തനിൽ നിന്നുള്ള കാര്യത്തെയും പറയും. ഇതിൽ പ്രൈമാരാ കേവല ചൈതന്യം നിന്നുള്ള കാര്യോത്പത്തി. ഇത് പക്ഷെ ഞങ്ങൾ വളരെ കുറച്ച് സ്ഥലത്തേ പറയത്തുള്ളൂ. പിന്നെ എന്താ പറയാറ്? ഈശ്വരനിൽ നിന്നുള്ള കാര്യോത്പത്തിയാ പറയാറ്. ഇതിനെയാണ് രണ്ട് രീതിയിലും, ഈശ്വരനിൽ നിന്നുള്ള കാര്യോത്പത്തി ആയാലും വേണ്ടിയില്ല, നിത്യശുദ്ധനിൽ നിന്നുള്ള കാര്യോത്പത്തി ആയാലും വേണ്ടിയില്ല, ഇതിനെ നമ്മൾ പറയുന്നതാണ് അധ്യാരോപം. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്തപടി വാസ്തവത്തിൽ ഇങ്ങനത്തെ ഒരു ജഗത്തില്ല. ഇതാണ് ഇവിടെ കാണിച്ചത്. എന്ത്? സർവം ഈശാവാസ്യം. ഇവിടെ വാസ്തവത്തിൽ സർവമില്ല, ഈശ്വരനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് ഈശ്വരനിൽ കൽപ്പിതമായതുകൊണ്ട് കൽപ്പിത വസ്തുക്കൾക്ക് അധിഷ്ഠാനത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന സത്ത ഇല്ലെന്നിരിക്കെ അധിഷ്ഠാന വസ്തുക്കളെ കണ്ടിട്ടുള്ള ഈ ജഗത്തിലെ സുഖദുഃഖങ്ങൾ നഷ്ടപ്പെടുത്തണമെങ്കിൽ ആദ്യം അധ്യസ്ഥ വസ്തുവിനെ കണ്ടിട്ടുള്ള ഈ ജഗത്തിലെ സുഖദുഃഖങ്ങൾ നഷ്ടപ്പെടുത്തണമെങ്കിൽ ഇതിന്റെ അധിഷ്ഠാനത്തിന്റെ അറിവുണ്ടായിരിക്കണം. ഈ ഒരു അറിവിന് വേണ്ടിയാണ് ഈശാവാസ്യം എന്ന് നമ്മൾ പറയുന്നത് പോലും. അങ്ങനെയുള്ള ഈശ്വരനായിരിക്കുന്ന നിത്യശുദ്ധന്റെ അറിവിൽ നിന്ന് എന്ത് നഷ്ടപ്പെടും? അവിധി നഷ്ടപ്പെടും. അവിധി നഷ്ടപ്പെട്ടാൽ ആരിരിക്കും? കേവലം ബ്രഹ്മയിരിക്കും. ഇതിനെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ? ഈശാവാസ്യം ഇതം സർവം. ഈ സർവം നാസ്തീന, ഇതിനെയാണ് അപവാദം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അപവാദമേ കാണുന്നുള്ളൂ, അധ്യാരോപം കാണുന്നില്ല. അധ്യാരോപം നിങ്ങൾക്ക് അന്യ ടെക്സ്റ്റിൽ കാണാം. തസ്മാദോ യതസ്മാദാത്മന ആകാശ സംഭൂതാകാശാത് വായു വായോ അഗ്നി അഗ്നിരാവഹ അദ്യപൃത്യം പൃഥ്വ്യാം പൃഥ്വ്യാഹ ഓഷധി വനസ്പതയഹ എന്ന് പറഞ്ഞ തൈത്തിര്യത്തില് മൊത്തം സൃഷ്ടി പറഞ്ഞു പോകും. ഈ സൃഷ്ടിയിലാണോ താല്പര്യം, അഥവാ ഈശാവാസ്യം എന്നും പറഞ്ഞ് സൃഷ്ടിയെ നിഷേധിച്ചും കൊണ്ട് അധിഷ്ഠാനത്തെ ബോധിപ്പിക്കുന്നതിലാണോ മുഖ്യ താല്പര്യം? മുഖ്യ താല്പര്യം അധിഷ്ഠാനത്തെ ബോധിപ്പിക്കുന്നതിൽ മാത്രം. പിന്നെ എന്തിനാണ് നിങ്ങൾ ജഗത് സൃഷ്ടി പറഞ്ഞത്? അത് ഞങ്ങളുടെ ഒരു ശൈലിയാണ്. അധ്യാരോപ അപവാദാഭ്യാം. ആദ്യം അധ്യാരോപം നടത്തും, പിന്നെന്ത് ചെയ്യും? അപവദിക്കും. അപവദിക്കുക എന്ന് പറയുന്ന അർത്ഥം നിഷേധിക്കും. ഏതിന് നിഷേധിക്കും? ഉണ്ടായ വസ്തുവിനെ നിഷേധിക്കും. പിന്നെ ആരെ അവശേഷിക്കും? എവിടെ നിന്നാണോ ഉണ്ടായത് അത് മാത്രം അവശേഷിക്കും. ठीके. അപ്പൊ അധ്യാരോപ അപവാദാഭ്യാം എന്ത് സംഭവിക്കും? നിഷ്പ്രപഞ്ചം പ്രപഞ്ചത്തെ. നിഷ്പ്രപഞ്ചം എന്ന് പറയുന്ന അർത്ഥം നിർഗത പ്രപഞ്ചോ യഥ. എവിടെ നിന്നാണോ പ്രപഞ്ചം നഷ്ടപ്പെട്ടു പോയത്? എവിടുന്നാ? നിത്യശുദ്ധനിൽ നിന്ന്. അത് പ്രകാശിക്കും. അപ്പോൾ നിത്യശുദ്ധനായിരിക്കുന്ന ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു രീതിയാണെന്ത്? അധ്യാരോപ അപവാദം വഴി. ഇതെന്തിനു ചെയ്തതാ? ശിഷ്യാണാം കല്യാണാർത്ഥം, ശിഷ്യന്മാരുടെ കല്യാണത്തിനായിട്ട് സദ്ഗതിക്ക് വേണ്ടി. തത്വജ്ഞ ഹി കൽപ്പിത ക്രമ. തത്വജ്ഞന്മാര് ക്രമം കൽപ്പിച്ചതാണ്. വാസ്തവത്തിൽ ഇങ്ങനത്തെ ഒരു ക്രമമില്ല. അന്ധക്കരണത്തിന്റെ ഉത്പത്തി മാനിക്കുന്നില്ലേ നിങ്ങളുടെ ശാസ്ത്രത്തില്? ഉണ്ട്. അന്ധക്കരണം ഉത്പന്നമായി കഴിഞ്ഞാൽ ജീവൻ സാധ്യമായി പോയേനെ. അതുകൊണ്ട് ജീവൻ അനാദിയാണെന്ന് നിങ്ങളുടെ സിദ്ധാന്തം ഉള്ളത് കൊണ്ട് അന്ധക്കരണത്തിന്റെ ഉത്പത്തി നടക്കൂല. പിന്നെ എന്തിനാ പറഞ്ഞത്? മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ഒരു വഴി തേടുന്നു എന്ന് മാത്രം. അന്നപ്പോ നോക്കിയോ, ഇവിടെ എന്ത് പറഞ്ഞു? ഈശിത എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ എടുത്തു പറയാണ് അവൻ പരമേശ്വരനാണ്. പരമേശ്വരൻ എന്ന് പറഞ്ഞാല് ജഗത്തിന്റെ കർത്താവ് അല്ലേ? നേരെ പറയാണ് പരമാത്മാ, അവനാണ് പരമാത്മാ. ഏതിന്റെ? സർവസ്യ. സർവസ്യ പരമാത്മാ എന്ന് പറയാൻ അർത്ഥം എന്തായിരിക്കും? സർവത്തിന്റെയും വാസ്തവ രൂപം എന്നാ. സർവത്തിന്റെയും വാസ്തവരൂപം ആരുടെ രൂപമായിരിക്കും? അതിന്റെ കാരണരൂപമായിരിക്കും. സകല ജഗത്തിന്റെ കാരണം ആരാ? ഈശ്വരൻ. ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാല് പരമാത്മാ. ठीके. അപ്പൊ രണ്ട് രീതിയിൽ വെക്കും. ചിലപ്പോൾ മായാവിശിഷ്ടനെ കാണിക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? മായാരഹിതനെ കാണിക്കാൻ വേണ്ടിയിട്ട് മായാവിശിഷ്ടനെ കാണിക്കുന്നത് മാത്രം. നിങ്ങളുടെ സിദ്ധാന്തത്തില് കേവല ശുദ്ധബ്രഹ്മത്തിൽ നിന്നാണ് ജഗത്ത് മൊത്തം. അത് മനസ്സിലാവുന്നില്ല എന്ന് വരുമ്പോഴാണ് ഈശ്വരനിൽ നിന്ന് ജഗത്ത് ഉണ്ടായി എന്ന് മാനിച്ചു കൊടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പ്രക്രിയയിലെ 90% ഈശ്വര കാരണവാദമാണ് വരിക. ठीके. കേവല ശുദ്ധബ്രഹ്മ കാരണതാവാദം വളരെ കുറവേ ഉണ്ടാവത്തുള്ളൂ. ഇനി നിങ്ങൾ ഈശ്വര കാരണത പറയുമ്പോൾ പോലും ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഈശ്വരൻ ജഗത്തിന്റെ കാരണമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം, ഏകജ്ഞാനത്താൽ സകല ജ്ഞാനം ഉണ്ടാവും എന്ന് പ്രതിജ്ഞ നടത്തുന്നുണ്ട്. എവിടെ? ഏകജ്ഞാന സർവജ്ഞാനം. ഏകജ്ഞാനത്തെ സകലജ്ഞാനം എവിടെയുള്ള പ്രസംഗാ പറ? ചാന്തോഗ്യോപനിഷത്താണോ സ്വാമിജി? അതെ, യെസ്. ഉദത്തം ആദേശം അപ്രാക്ഷ്യ. നീ ആ ചോദ്യം ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ടോ?
ഏന വിദ്യന സർവം വിദിതം സ്യാദിതി, ഏതിന്റെ ജ്ഞാനത്താൽ സകലവും അറിയപ്പെടുമെന്നുള്ളത്. ഇത് കേട്ടാൽ നമ്മൾ എന്താ കരുതുക? ഏതോ ഒരു വസ്തു ഉണ്ട്, അതിനെ അറിഞ്ഞാൽ ബാക്കിയെല്ലാം അറിയപ്പെടുന്നു. പക്ഷേ ഇത് ജമണ്ടൻ മണ്ടത്തരം സാധനമാണ്. അത് ഒരാളെ പറ്റിക്കുന്ന ഇതുപോലെ ഇങ്ങനെ പറ്റിക്കരുത് ഒരിക്കലും. ഇത് എവിടെയാ എത്തി നിൽക്കുകയാണ് അവസാനം. അതാണിത് ഭയങ്കരം ബുദ്ധിമുട്ടിക്കുന്ന പങ്ക്തി എന്ന് പറഞ്ഞാല്, ആദ്യമേ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഇത് അഴിച്ചെടുക്കാൻ പറ്റത്തില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. നമ്മൾക്ക് നേരിട്ട് അർത്ഥം കിട്ടുക, ഓ അങ്ങനത്തെ ഒരു വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാവും, അതോടുകൂടി സർവജ്ഞനായി നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സേ ഇല്ല, എന്നിട്ട് വേണ്ട മനസ്സിലെ കാര്യം പറയാൻ പോകുന്നത്. അതായത് കയറില് നമ്മൾ 10 പേര് സർപ്പത്തെ കാണുമ്പോൾ അവിടെ എത്ര സർപ്പമുണ്ട്? കൽപ്പിത സർപ്പത്തിനുണ്ട് 10 എണ്ണം. 10 എണ്ണം ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ മാനിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ 2 പേര് സർപ്പത്തെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് മാറി കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും വെളിച്ചടിച്ച് കാണിച്ചു തന്നു, ഇത് സർപ്പല്ല കയറാം. തിരിച്ചു വന്ന് എനിക്ക് അതേ സർപ്പത്തെ പിന്നെയും കാണാൻ പറ്റില്ലേ? പറ്റും. നിങ്ങൾക്ക് കാണുമോ? ഇല്ല. അപ്പൊ എന്ത് പറ്റി? ഒരു വ്യാവഹാരിക വസ്തു ആയിരുന്നെങ്കിൽ, വാസ്തവ സർപ്പം അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വന്നാൽ അതേ വസ്തുവിനെ കാണാൻ നിങ്ങൾക്കും കാണാം. കൽപ്പിത വസ്തുവിന്റെ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഭ്രമം മാറിയവന് ആ വസ്തു ഇവിടെ ഇല്ല, പക്ഷേ ഭ്രമം മാറാത്തവന് ആ വസ്തു അങ്ങനെ തന്നെ കാണാം. അതുകൊണ്ട് നമ്മൾ കാണുന്ന സർപ്പം പലതാണ്, ഒന്നല്ല. വ്യക്തിഗതമായിട്ട് അന്യ വസ്തുക്കളാണ് അവിടെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് അവിടെ ഉള്ളത്? ഒരു സർപ്പം പോലും ഇല്ല, കയറ് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ആ കയറിൽ 10 സർപ്പത്തെ കാണാനുള്ള കാരണം എന്തായിരുന്നു? കയറിന്റെ അവിദ്യ, അല്ലേ? അപ്പോൾ ഒന്ന് കയറ്, രണ്ടാമത്തെ കയറിന്റെ അവിദ്യ, പിന്നെ അവിദ്യയിൽ നിന്ന് കണ്ടിരിക്കുന്ന 10 സർപ്പങ്ങൾ. അവിടെ 10 സർപ്പങ്ങൾക്ക് കാരണം ആരായിരുന്നു? അവിദ്യയായിരുന്നു. ആ അവിദ്യ വാസ്തവത്തിൽ കയറിലുണ്ടോ? ഇല്ല. കയറേ ഉള്ളൂ, കയറിൽ അവിദ്യ എന്ന് പറഞ്ഞൊരു വസ്തുവൊന്നുമില്ല. അന്നപ്പോൾ പിന്നെ സർപ്പം എവിടെ നിന്നുണ്ടായി? അപ്പൊ വേറൊരു ഗതിയില്ല. അപ്പൊ നമുക്ക് പറയേണ്ടി വരികയാണ്, ആ കയറിന്റെ അജ്ഞാനമാണ് 10 സർപ്പരൂപത്തിൽ വന്നത് എന്ന്. വാസ്തവത്തിൽ എന്താ? അപ്പൊ ആ കയറിന്റെ അറിവോടുകൂടി നിങ്ങൾക്ക് ആ 10 സർപ്പം നഷ്ടപ്പെട്ടു, സർപ്പജ്ഞാനവും നഷ്ടപ്പെട്ടു. ഉള്ളത് എന്തായിരുന്നു? കയറ് മാത്രം. അപ്പോൾ എന്ത് പറ്റുന്ന? കയറിലെ ആ അജ്ഞാനം, കയറിൽ അങ്ങനത്തെ ഒരു അജ്ഞാനം ഉണ്ടോ? ഇല്ലല്ലോ. വാസ്തവത്തിൽ കയറ് മാത്രമല്ലേ ഉള്ളായിരുന്നു. ഇതേപോലെ ഈശ്വരിൽ കൽപ്പിതമായിരിക്കുന്ന അവിദ്യക്ക് ഈശ്വര സത്തയിൽ നിന്ന് അതിരിക്തമായിട്ട് സത്തയില്ല. കയറിൽ നിന്ന് ഭിന്നമായിട്ട് കയറിന്റെ അജ്ഞാനത്തിൽ ഒരു സത്തയും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ സർപ്പത്തെ കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കയറിലെ അവിദ്യ എന്ന്. അപ്പൊ കയറിലെ അവിദ്യക്ക് കയറിൽ നിന്ന് ഭിന്നമായിട്ട് സത്തയില്ല, കയറേ ഉള്ളൂ, കയറിന്റെ അസ്തിത്വമേ ഉള്ളൂ. കയറിലെ അജ്ഞാനത്തിനൊരു അസ്തിത്വം ഇല്ല. ഇതേപോലെ ബ്രഹ്മവിഷയക അവിദ്യയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ ജഗത്ത് എന്ന് പറയുമ്പോൾ ആ അവിദ്യക്ക് ബ്രഹ്മത്തിൽ ഭിന്നമായിട്ട് അസ്തിത്വമേ ഇല്ല. അപ്പൊ ജഗത്ത് അങ്ങോട്ട് പോയി. അവിദ്യ ഇല്ലെങ്കിൽ പിന്നെ ജഗത്തും ഇല്ല. മനസ്സിലായോ? അപ്പൊ കാരണത്തെ നമ്മൾ എവിടെ കൊണ്ടുവച്ച് കെട്ടി? ഏകനായിരിക്കുന്ന ബ്രഹ്മത്തിൽ അജ്ഞാനത്തിൽ നിന്നാണ് ജഗത്തുണ്ടായത്. ജ്ഞാനത്തോടുകൂടി ജഗത്ത് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ജ്ഞാനത്തോടുകൂടി എന്ന് പറയുമ്പോൾ അധിഷ്ഠാനത്തിന്റെ ജ്ഞാനം ഉണ്ടായോ? ജ്ഞാനം ഉണ്ടായി. അവിദ്യ നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു. കയറിന്റെ ജ്ഞാനത്തോടുകൂടി കയറിന്റെ അജ്ഞാനം നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു. കയറിന്റെ അജ്ഞാനത്തിന്റെ കാര്യമായിരുന്നു എന്ത്? സർപ്പം. ഇനി കയറിന്റെ അജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര സർപ്പത്തെ അറിയാൻ പറ്റും ഇവിടെ? ഒന്നിനും അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? കയറിന്റെ അജ്ഞാനത്തിന്റെ കാര്യമായിരുന്നു സർപ്പങ്ങൾ. അത് കയറിന്റെ ജ്ഞാനത്താൽ നഷ്ടപ്പെട്ടപ്പോൾ കയറിന്റെ ജ്ഞാനമല്ലാതെ പിന്നെ ഒന്നും അവിടെ അവശേഷിക്കത്തില്ല അറിയാനായിട്ട്. ഇതേപോലെ തന്നെയാണ് ബ്രഹ്മാകാര വൃത്തിയോടുകൂടി ബ്രഹ്മവിഷയ അവിദ്യ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിദ്യ കാര്യമായിരിക്കുന്ന ജഗത്ത് നിലനിൽക്കത്തേയില്ല നിങ്ങൾക്ക് അറിയാനായിട്ട്. ഇത് ഉദ്ദേശിച്ചിട്ടാണ് ഏകജ്ഞാനത്താൽ സകലജ്ഞാനം സംഭവിക്കുന്നത് പറഞ്ഞത്. മനസ്സിലായോ? അല്ലാതെ ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു തരാം, എല്ലാ ജ്ഞാനം ഉണ്ടാവുന്ന ആരും കരുതണ്ട, അതിനു വേണ്ടിയല്ല ഈ പറഞ്ഞത്. അതുകൊണ്ട് ഡ്രാമ കളിച്ച് ജ്ഞാനിയാവാൻ ആരും ശ്രമിക്കണ്ട. ഇതിന്റെ അർത്ഥം അങ്ങനെയല്ല, ഉദ്ദേശ സ്ഥലത്തല്ലത്. ഈ അവസാനം പറഞ്ഞ ഒന്നുകൂടെ എന്ന് പറയുമോ? ബ്രഹ്മാകാര വൃത്തി ഉണ്ടായാൽ ബ്രഹ്മാകാര വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അജ്ഞാനം നഷ്ടപ്പെട്ടില്ലേ? അജ്ഞാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അജ്ഞാനജന്യമായിരിക്കും ജഗത്തിരിക്കുവോ? ഇല്ല. ഇല്ല. പിന്നെ ബ്രഹ്മജ്ഞാനത്തോടുകൂടി എന്താണ് അറിയാനായിട്ട് അവശേഷിക്കുക? അവശേഷിച്ചാലല്ലേ അറിയേണ്ട ആവശ്യമുള്ളൂ. അവശേഷിക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനു അറിയാനുണ്ടാവും? ആയതുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തോടുകൂടി എല്ലാ ജ്ഞാനം ഉണ്ടായോ? സകല ജ്ഞാനം ഉണ്ടായി, പക്ഷെ അത് ബ്രഹ്മജ്ഞാനാണെന്ന് മാത്രം. സകലം ബ്രഹ്മമാണ് ഇവിടെ. അല്ലാതെ സകലം എന്തല്ല? ഘടപടാതി വസ്തു അല്ലത്. ഈശ്വരനോ ഘടപടാതി വസ്തുക്കളുടെ ജ്ഞാനമല്ല. ജ്ഞാനമല്ല. ഇനി അങ്ങനെ ജ്ഞാനം ഉണ്ടാവത്തുമില്ല. നിങ്ങൾക്ക് മാണ്ഡൂക്യത്തിൽ കാണാം,
ബ്രഹ്മത്തിൽ അധ്യസ്ഥമായിരിക്കുന്ന മനസ്സ്, മനസ്സിനാൽ വിവർത്തമായിരിക്കുന്ന ജഗത്ത്. ബ്രഹ്മത്തിന്റെ ജ്ഞാനത്തോടുകൂടി മനസ്സ് അധ്യാസരൂപം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഉം. ബ്രഹ്മത്തിൽ അധ്യസ്ഥമായിരിക്കുന്ന മനസ്സിൽ നിന്നൊരു കാര്യം ഉണ്ടാകത്തില്ല. പിന്നെ എന്തിനറിയാൻ നിൽക്കും നിങ്ങൾ? ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ തുടക്കകാലത്ത് ഇത് മനസ്സിലാക്കാൻ ഭയങ്കരം പാടാണ്. നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ പോലും നിന്നു പോകുന്ന ആദ്യ കാലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് എടുത്ത് പോകുന്നതിൽ നമ്മൾ പ്രിലിമിനറി സ്റ്റേജിലെ. അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് ചോദിക്കേണ്ട, നമ്മൾക്ക് ഇങ്ങനെ ചോദ്യം കയറി വരും. ഈ ഒരു പ്രശ്നം ഇതിനെ സോൾവ് ചെയ്തെടുക്കാനാണ് പാട്. കാരണം ഇതിന്റെ ഡീറ്റെയിൽ എവിടെയും കിട്ടുമല്ലോ നിങ്ങൾക്ക്, ഇതെന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. ठीक है, അത് ഹയർ ടെക്സ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അന്നേരം പറഞ്ഞു കൊടുത്തിട്ട് ബിൽഡ് ചെയ്യണം ഒരാളെ. അറിയാ ഇവിടെ എന്തെത്തി? പരമാത്മാ സർവസ്യ, സർവസ്യ പരമാത്മാ എന്ന, സർവസ്യ ആത്മാ, അവൻ ശ്രേഷ്ഠനായതുകൊണ്ട് പരമാത്മാ എന്ന് പറഞ്ഞു. സകലത്തിന്റെ ആത്മാവാരാ? സകലത്തിന്റെ മൂലകാരണം ഏതാണ്? അതാണ്. സകലത്തിന്റെയും മൂലകാരണം ആരാ? ഞാനാ. ठीक है, ഞാനായിരിക്കുന്ന ചേതനാണ് ജഡമായിരിക്കുന്ന സകലത്തെയും സൃഷ്ടിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതുപോലെ സ്വപ്നത്തിൽ നമ്മൾക്ക് ഇത്രയും വലിയ ജഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആര് സൃഷ്ടിച്ചത്? കൊടുത്താണ് സ്വപ്നത്തിലെ ജഗത്ത് കണ്ടവൻ സൃഷ്ടിച്ചത്. കണ്ടവൻ എന്ന് പറഞ്ഞാല് ആരാണോ ലിസണർ, ആരാണോ കണ്ടത്, ആരാണോ വാച്ച് ചെയ്യുന്നത്, അവനാണ് ആ വസ്തുക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ജഗത്തിനെ ആരാ സൃഷ്ടിച്ചത്? അതായത് ഖണ്ഡന ഖണ്ഡകാദ്യത്തില് ശ്രീഹർഷ മിശ്രരുടെ ഒരു ഗ്രന്ഥമാണ് ഖണ്ഡന ഖണ്ഡകാദ്യം. ഖണ്ഡകാദ്യം എന്ന് പറയുന്ന മരുന്നാണ്. ഇത് ഖണ്ഡന രൂപ ഖണ്ഡകാദ്യമാണ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തെ ഖണ്ഡനം നടത്തുകയാണ്. ഇത് ഏത് വാദത്തിൽപ്പെട്ടതാ? സോറി, ഏത് കഥയിൽപ്പെട്ടതാ? വിദണ്ഡ കഥ എന്ന് പറയും. ഗുരു ശിഷ്യ സംവാദമാണ് എന്ത്? വാദം. ठीक है, തത്വ ബുഭുസ് കഥ വാദകഥ എന്ന് പറയും. തത്വത്തെ അറിയാൻ ഇച്ഛിച്ചിട്ടുള്ള കഥയാണ് വാദകഥ. ബുഭുസ എന്ന് പറയുന്ന അർത്ഥം ബോധമിച്ച ബുഭുസ. തത്വ ബുഭുസുവിന്റെ കഥയാണ് വാദകഥ. അതാണ് എവിടെ നടക്കുന്നത്? ഗുരു ശിഷ്യ സംവാദ സ്ഥലത്ത് നടക്കുന്നത് വാദകഥയാണ്. എന്ന് പറയുന്നത് തത്വത്തെ അറിയിപ്പിക്കാനുള്ള കഥയാണ്. പിന്നെയുള്ള രണ്ടെണ്ണമാണ് ജൽപ്പം വിദണ്ഡം. ഇത് മുമ്പ് പറഞ്ഞതാണ്. അപ്പം വിദണ്ഡവാദമായിരിക്കുന്ന ഖണ്ഡകാദ്യത്തില് ചോദിക്കുന്നുണ്ട്, അവിദ്യ ഉണ്ട് എന്നുള്ളതിന് എന്താ പ്രമാണം? അപ്പം തിരിച്ചു ചോദിക്കുകയാണ്, നീ ആള് കൊള്ളാലോ, അവിദ്യ ഉണ്ട് എന്ന് നീയല്ലേ പറയുന്നത്? ഞാൻ പറഞ്ഞു ഇപ്പൊ അവിദ്യ ഉണ്ട് എന്നുള്ളത്. നിനക്ക് അവിദ്യ ഉണ്ടെങ്കിൽ എന്നോടാണോ നീ പ്രമാണം ചോദിക്കുക? അതായത് ഞാൻ ഈ ശംഖിനെ, വെള്ള ശംഖിനെ മഞ്ഞയായിട്ട് കാണുന്നു, അത് എന്തുകൊണ്ട് എന്നോടാണ് ചോദിക്കുക? നീയല്ലേ കാണുന്നത്, നീ അന്വേഷിക്കുക, നീ എന്തുകൊണ്ടാ കാണുന്നത് എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ശൈലി മനസ്സിലായോ? അവിദ്യ ഉണ്ട് എന്നുള്ളതിന് പ്രമാണം നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിനക്കാണ് അവിദ്യ ഉള്ളെങ്കിൽ നീ തരി എന്തുകൊണ്ടാണത് കാണുന്നത് എന്നുള്ളത്. അതുകൊണ്ട് പ്രമാണം ചോദിച്ച് ഇങ്ങോട്ടല്ല വരേണ്ടത്, സ്വയം ആലോചിക്കുക എന്തായിരിക്കും സംഭവം. അങ്ങനെയൊക്കെയാണ് വാദങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ആരാണ്? പരമേശ്വരനാണ്. ആര്? സർവത്തിന്റെ വാസ്തവ സ്വരൂപം. അവനാൽ ഈ ജഗത്ത് മൂടപ്പെടണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇനിയും ടീക്ക നോക്ക്. ഇനിയിപ്പോൾ ചോദ്യം ഉന്നയിച്ചില്ലേ, ഞാൻ കർത്തരിക്ക് വിധാനാഥ്. ഇതിന്റെ ഉത്തരമാണ് തരുന്നത്. മായോപാധേർ, മായ ഉപാധിർ യസ്യ ഈശ്വരസ്യ സ ഈശ്വരഃ മായോപാധി. ठीक है, മായോപാധേഹേ ഷഷ്ഠ്യന്തമാണ്. മായോപാധിയോട് കൂടിയിരിക്കുന്നേ ഈശ്വരന് ഈശാന കർത്തൃത്വ സംഭവാത്. ഈശാനം എന്ന് പറയുന്ന നിയന്ത്രണം, നിയന്ത്രണത്തിന്റെ കർത്തൃത്വം ആരിലിരിക്കും? മായോപാധികനായിരിക്കുന്ന ഈശ്വരനിലിരിക്കാം. അത് നിത്യശുദ്ധ ബുദ്ധമുക്തനിലും കൊണ്ടുപോകാം, ഈശ്വരനിലും കൊണ്ടുപോകാം, ഏതായാലും കുഴപ്പമില്ല. ठीक है, ഈശ്വരൻ എടുത്താല് പരിണാമ വിവാദന കാരണമായിട്ട് മായിരിക്കും. നിത്യശുദ്ധനെ എടുത്തു കഴിഞ്ഞാല് സഹകാരി കാരണമായിട്ട് മായിരിക്കും. കർത്തൃത്വ സംഭവാത് കിബന്ധ ശബ്ദവാച്യത അനവിരുദ്ധത. അവിടെ കിബന്ധ ശബ്ദവാച്യത പറയുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല. അതായത് നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ചേതനിൽ ഒരു അവിദ്യ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേര് ഈ ജഗത്തിനെ മൊത്തം സൃഷ്ടിക്കും. എന്നപ്പോൾ കർത്താവുന്നതിൽ ഒരു കുഴപ്പമില്ല. ആര്? നിഷ്ക്രിയനായിരിക്കുന്ന പരമാത്മാ സക്രിയനായി മാറാം. എപ്പോൾ? മായ കൂടെ ഇരുന്നാൽ. മായ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിഷ്ക്രിയൻ അങ്ങോട്ട് സക്രിയനാവുമോ? ഇല്ല. പിന്നെ സക്രിയനെ പോലെ പെരുമാറുന്ന അർത്ഥമുള്ളൂ. ഒരിക്കലും നിഷ്ക്രിയൻ സക്രിയനാവത്തില്ല. കാരണം സിദ്ധാന്തത്തിൽ മായ അങ്ങനത്തെ ഒരു വസ്തുവില്ല. പിന്നെ ഇവിടുന്ന് പിടിച്ചിട്ട് നിഷ്ക്രിയൻ സക്രിയനാവും. മനസ്സിലായോ? പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? വേറെ ഒരു ഗതി ഇല്ലാത്തത് കൊണ്ട് പറയുകയാണ്. എന്തിനാ? ശിഷ്യന് മനസ്സിലാവാൻ ശാസ്ത്രവും ഗുരുവും നടത്തുന്ന പരമാവധി പരിശ്രമമാണിത്. അല്ലാതെ ഗുരുവിന്റെ സ്റ്റേജിൽ നിന്നിട്ട് സംസാരിച്ചവിടെ ആർക്കും ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നിത്യശുദ്ധനില് മായ വെച്ചു കൊടുത്തിട്ട് അവനിൽ കൽപ്പിതമായിരിക്കുന്ന ഒരു കർത്തൃത്വത്തെ സിദ്ധിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഈശ എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഈട്ട് എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആരെ? നിത്യശുദ്ധനെ. നിത്യശുദ്ധനാണ് ഈട്ടായി മാറുന്നത്. എന്ന വിരുദ്ധതേ. പിന്നെ അടുത്ത പ്രശ്നം 5-ാം നമ്പർ ടിപ്പണി നോക്കിയേ. നനു യാഥാത്മ്യ പ്രതിപാദികസ്യ മന്ത്രസ്യ കുതഃ സൗഭാധി പരതാ. അല്ല, നിങ്ങൾ ഈ ശ്രുതി വാസ്തവാർത്ഥത്തിലല്ലേ പറയുന്നത്? അതെ. ഇപ്പം ഈശ്വരന്റെ യാഥാത്മ്യത്തെ പ്രതിപാദിക്കുന്ന മന്ത്രത്തിന് എങ്ങനെയാണ് സൗഭാധിപരത? ഉപാധിന സഹവർത്തതി സൗഭാധി. സൗഭാധി ആരാ? ഈശ്വരൻ. ഈശ്വരപരമാവുന്നത് എങ്ങനെയാണ്? കാരണം ഈശ്വരൻ അനിത്യവസ്തുവല്ലേ. അപ്പൊ നിത്യവസ്തുവിനെ പറയേണ്ട മന്ത്രം എങ്ങനെ അനിത്യവസ്തുവായിരിക്കും സൗപാധിയെ പറയും? ഇതി അതാഹ. അതിന് ഉത്തരം പറയാണ് ടീക്ക നോക്കിനി. നിരുപാധികസ്യ ലക്ഷ്യത്വം ഭവിഷ്യതി ഇത്യർത്ഥഃ. നിരുപാധികനാരാ? നിർഗതഃ ഉപാധിർയസ്യ തത് നിരുപാധി ശുദ്ധബ്രഹ്മം. ശുദ്ധബ്രഹ്മൻ ലക്ഷ്യമാവും. ആരുടെ ലക്ഷ്യമാവും? നിങ്ങളതോ എന്റെതോ? ഈശ്വരന്റെ. ഈട്ട് പദത്തിന്റെ ലക്ഷ്യമാവും ശുദ്ധബ്രഹ്മം. ശക്യമാരായിരിക്കും? മായോപാധികൻ. മായോപാധികനായിരിക്കും ഈശ്വരൻ. ശക്യവും മായ മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന നിരുപാധികൻ ലക്ഷ്യമായി മാറും. അന്നപ്പോൾ ചിലയിടത്ത് പദത്തിന് രണ്ടർത്ഥം വരാം. ശക്യാർത്ഥവും വരാം, ലക്ഷ്യാർത്ഥവും വരാം. നിരുപാധികസ്യ ലക്ഷ്യത്വം ഭവിഷ്യതി ഇത്യർത്ഥഃ. 5-ാം നമ്പർ ടിപ്പണിയുടെ കുറച്ചുകൂടി ബാക്കി നോക്കിയോ. ലക്ഷ്യസേവ താത്പര്യ വിഷയരീതി ഭാവ. ഈ വാക്യത്തിന്റെ ഈശാവാസ്യം എന്നുള്ള വാക്യത്തിന്റെ താത്പര്യ വിഷയം ആരാ? ലക്ഷ്യവസ്തുവ. അതുകൊണ്ട് നിത്യശുദ്ധ ബുദ്ധിമുക്തനായിരിക്കുന്ന ഈശ്വരനാൽ നിങ്ങൾ ഈ ജഗത്തിന് മൊത്തം ആച്ഛാദനം നടത്തണം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധ ബുദ്ധിമുക്ത ബുദ്ധിയാൽ ജഗത്തിനെ കുറിച്ച് ഇനി ചിന്തിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അവിടെയാണ് അടുത്ത സ്റ്റെപ്പിൽ സന്യാസം വിധിച്ചത്. അപ്പോൾ പരോക്ഷജ്ഞാനം വിധിച്ചു കഴിഞ്ഞു, ഈശാവാസ്യം ഇത്യാദി. അതിൽ നിന്ന് അപരോക്ഷത്തിൽ എത്താൻ വേണ്ടിയിട്ട് സന്യാസത്തെ വിധിച്ചു. അപ്പൊ സന്യസ്യ ശ്രവണം കുര്യാത് എന്നുള്ളത് കൊണ്ട് ഇനി നിരന്തരമായിരിക്കുന്ന വിചിന്തനം നടത്തിയിട്ട് അപരോക്ഷതയിൽ എത്താൻ വേണ്ടിയാണ് ഈ മന്ത്രം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.